ഹലോ, ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മാത്സ് നമ്മളിവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ചാപ്റ്റർ ഷേപ്സ് അറൌണ്ട് അസ്. തേർഡ് സ്റ്റാൻഡേർഡിൽ തന്നെ ഷേപ്സിന്റെ ബേസിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ അത് ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ പോവാണ്. Diksha wanted to go to a big city during her summer holidays. Her father took her to Delhi and they visited many old and new interesting monuments like India Gate, Qutub Minar, Safdarjung Tomb, Akshardham, the National Museum, Jantar Mandir and Sansan Bhavan. Now she is trying to make a model of India Gate using her wooden blocks. അപ്പോൾ ഏതൊക്കെ മോണുമെന്റ്സ് ആയിരുന്നു ദീക്ഷ വിസിറ്റ് ചെയ്തത്? ഇന്ത്യ ഗേറ്റ്, കുത്തബ് മിനാർ, സഫ്ദാർജംഗ് ടോംബ്, അക്ഷർധാം, നാഷണൽ മ്യൂസിയം, ജന്തർ മന്ദർ, സൻസൻ ഭവൻ. തിരിച്ചു വീട്ടിലെത്തിയപ്പോ ദീക്ഷയ്ക്ക് ഒരു ആഗ്രഹം, ഇന്ത്യ ഗേറ്റിന്റെ ഒരു മോഡൽ ഉണ്ടാക്കിയാലോ. എങ്ങനെയാണ് ഇന്ത്യ ഗേറ്റിന്റെ മോഡൽ ഉണ്ടാക്കാൻ പോകുന്നത്? അവളുടെ അടുത്ത് കുറെ വുഡൻ ബ്ലോക്സ് ഉണ്ട്. ആ വുഡൻ ബ്ലോക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇന്ത്യ ഗേറ്റിന്റെ മോഡൽ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിച്ച ഷേപ്സിനെയൊക്കെ നമുക്കൊന്ന് ബ്രഷ് അപ്പ് ചെയ്യാം. ഫസ്റ്റ് വൺ, ക്യൂബ്. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള സ്ക്വയർ ആയിട്ടുള്ള ക്യൂബ്. അടുത്തത് ക്യൂബോയിഡ്. ക്യൂബോയിഡ് ഒരു റെക്ടാംഗിൾ ഷേപ്പ് ആണ്, 4 സൈഡിലുള്ളത്. പിന്നെ ബോൾ, സ്ഫിയർ, അതിന്റെ ഹാഫ് ബോൾ, അതാണ് ഹെമിസ്ഫിയർ, സിലിണ്ടർ, കോൺ ആൻഡ് പിരമിഡ്. ഈ ഷേപ്സ് ഒക്കെ ഓൾറെഡി പഠിച്ചു അല്ലേ? ഇവിടെ ദീക്ഷയുടെ കയ്യിൽ ഏതൊക്കെ ഷേപ്സ് ആണുള്ളത്? ഇവിടെ ഒരു ക്യൂബോയിഡ് ഉണ്ട്, അഗെയിൻ ഒരു ക്യൂബോയിഡ് ഉണ്ട്, ഇവിടെയും ക്യൂബോയിഡ് ഉണ്ട്, ക്യൂബ് ഉണ്ട്, ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, പിന്നെ ഇത് സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ്, ആൻഡ് 2 ഹെമിസ്ഫെറിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ ഈ ഷേപ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ദീക്ഷ ഇന്ത്യ ഗേറ്റിന്റെ മോഡൽ ഉണ്ടാക്കാൻ പോവാണ്. Try to make a model of the building shown here using blocks. അപ്പൊ ദീക്ഷ ഇന്ത്യ ഗേറ്റിന്റെ മോഡൽ ഉണ്ടാക്കിയതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ബിൽഡിങ്സിന്റെ മോഡല് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ആദ്യം തന്നിരിക്കുന്ന ഈ ബിൽഡിംഗ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഹൈദരാബാദിലുള്ള ചാർ മിനാർ ആണിത്. മിനാർ എന്ന് പറഞ്ഞാൽ 4 സൈഡിലുള്ള പില്ലേഴ്സ് ആണ്. ചാർ എന്ന് പറഞ്ഞാൽ 4. 4 മിനാരങ്ങളോട് കൂടിയുള്ള 4 പില്ലറുകളോട് കൂടിയുള്ള ബിൽഡിംഗ് ആണ് ചാർ മിനാർ. നെക്സ്റ്റ് അതുപോലെ ഒരു ഹട്ടിന്റെ ഇമേജ് ആണ് തന്നിരിക്കുന്നത്. Question number 1. What parts of the building have you shown in your model? For example, roof, pillars, base, etc. അപ്പൊ നിങ്ങൾ ഈ മോഡൽ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലുള്ള ഏതൊക്കെ പാർട്സ് ആണ് നിങ്ങളുടെ മോഡലിൽ നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്? മുമ്പ് പറഞ്ഞതുപോലെ ഇതാണ് ചാർമിനാർ. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾ ഒരു മോഡൽ ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. ഏകദേശം ഇതുപോലെ ഒരു മോഡൽ. ഏറ്റവും ബേസിൽ നോക്കിയേ, ഒരു ഷീറ്റ് കൊണ്ട് ഒരു ബേസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ക്യൂബോയിഡ് അല്ലെങ്കിൽ ഒരു റെക്ടാംഗുലർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ ഡോർസ് ഒക്കെ കാവ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും മുകളിൽ 4 സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു സിലിണ്ടറിക്കൽ ഷേപ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ 4 പില്ലറുകളുടെ മുകളിലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഹെമിസ്ഫെറിക്കൽ സ്ട്രക്ചേഴ്സോ ഷേപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം, ഇല്ലെങ്കിൽ പേപ്പർ കപ്പൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കാം. ഈ ഒരു രീതിയിൽ മോഡൽ ചെയ്യാം. അതുപോലെ ആ ഒരു ഹട്ടിന്റെ ഷേപ്പ്, ഇത് പുസ്തകത്തിൽ തന്ന ചിത്രമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഡൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഈ മോഡലില് ഏതൊക്കെ തരത്തിലുള്ള ഷേപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്? ഈ മിഡില് വാൾ ആയിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് കൊടുത്തു. പിന്നെ കുറെ ഷീറ്റ്സ് ഡോർസ് ആയിട്ടും ബേസ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഒരു 3D സ്ട്രക്ചർ, ഒരു കോൺ അതിന്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലെയിൻ ആണ്. ഇതിനെ ഒന്നുകൂടി ഇതിനോട് സിമിലർ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അതിനെ കളർ ചെയ്ത് മുകളിൽ കുറച്ചുകൂടി ഡിസൈൻസ് ഒക്കെ, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി മുകളിലതുമായിട്ട് സിമിലർ ആവും അല്ലേ? വാട്ട് പാർട്സ് ഓഫ് ദ ബിൽഡിംഗ് ഹാവ് യു ഷോൺ ഇൻ യുവർ മോഡൽ? നിങ്ങളുടെ മോഡലിൽ നിങ്ങൾ ഏതൊക്കെ പാർട്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ ബിൽഡിങ്സിന്റെ ഒക്കെ റൂഫും പില്ലേഴ്സും ബേസും വാളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ മോഡലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വൈ ഡിഡ് യു സെലക്ട് ദീസ് പാർട്സ്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ പാർട്സ് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്? They are the main parts of the building and give it shape. ആ ഒരു മെയിൻ പാർട്ട് അല്ലാതെ അതിന്റെ ഉള്ളിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് ഇത് ചാർമിനാർ ആണ് അല്ലെങ്കിൽ ഇത് ഹട്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ല അല്ലെ?
അപ്പം നമ്മൾ നേരിട്ട് നോക്കുന്ന സമയത്ത് കാണുന്ന ഔട്ടർ പാർട്സ് ആയിട്ടുള്ള ആ ഒരു ബേസിക് മെയിൻ ഷേപ്സ് ആണ് നമ്മൾ നമ്മളുടെ മോഡലുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മെയിൻ പാർട്സ് ഓഫ് ദ ബിൽഡിംഗ് ആണ് നമ്മൾ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. വാട്ട് ഷേപ്സ് വിൽ മോഡൽ ദീസ് പാർട്സ് വെൽ? ഈ ആദ്യത്തെ പിക്ചറിലുള്ള ചാർമിനാർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് താഴെ ഒരു ക്യൂബോയിഡ് ആവശ്യമായിട്ടുണ്ട്, ഒരു റെക്ടാങ്കുലർ ബോക്സ് അല്ലെ. അതിനുശേഷം ഈ മിനാർസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പില്ലേഴ്സ് കൊടുക്കാൻ വേണ്ടി നമുക്ക് സിലിണ്ടേഴ്സ് ആവശ്യമുണ്ട്. ഇനി ഇതിന്റെ മുകളിലത്തെ ഈ ഒരു ഷേപ്പ് ഹെമിസ്ഫിയർ ഉപയോഗിച്ചിട്ട് കൊടുക്കാം. അതുപോലെ ഹട്ടിനാണെങ്കിലോ ഹട്ടിന്റെ റൂഫ്, ഈ മേൽക്കൂര കൊടുക്കാൻ വേണ്ടി ഒരു കോൺ ഉപയോഗിക്കാം. ഇവിടെ ഈ ഒരു താഴത്തെ പോർഷൻ ഇത് സിലിണ്ടർ ഉപയോഗിച്ചിട്ടും കൊടുക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് എ മോഡൽ സിമിലർ ടു ദ പിക്ചർ ഓഫ് ദ റിയൽ ബിൽഡിംഗ്? നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മോഡലും ഈ തന്നിരിക്കുന്ന റിയൽ പിക്ചറുമായിട്ട് എങ്ങനെയാണ്, അത് കറക്റ്റ് ആണോ, എത്രത്തോളം സിമിലർ ആണ് എന്നാണ് ചോദിക്കുന്നത്. ഓവറോൾ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ലുക്ക് സിമിലർ. എക്സാക്ട്ലി നിങ്ങൾ ഉണ്ടാക്കുന്നത് ഇതുപോലെ തന്നെ ആവണമെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറേ വർക്ക് ചെയ്യണം, കുറേ ശ്രമിക്കണം. നിങ്ങൾ ഇപ്പൊ ക്ലാസ്സിൽ ഉണ്ടാക്കുന്ന ഒരു മോഡല് ഓവറോൾ ഷേപ്പ് ഓഫ് ദ സ്ട്രക്ചർ, ഓവറോൾ ഷേപ്പും ആ ഒരു സ്ട്രക്ചറും കാണാൻ ഒരുപോലെ ആയിരിക്കും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം റിയൽ ബിൽഡിംഗ്? അപ്പൊ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന മോഡലും റിയൽ ബിൽഡിംഗ് തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉള്ളത്? ഒന്ന് നമുക്ക് പറയാം, അതിന്റെ സൈസ്. ഇറ്റ്സ് സ്മോളർ. വലിയ ബിൽഡിങ്ങിന്റെ നിങ്ങൾ ഉണ്ടാക്കുന്ന മോഡൽ ചെറുതാണ്, സ്മോളർ. മെറ്റീരിയൽസ് ആർ ഡിഫറെന്റ്. നിങ്ങൾ സാധാരണ പേപ്പർ കൊണ്ടോ വുഡൻ ബ്ലോക്ക് കൊണ്ടോ ഒക്കെയാണ് മോഡൽ ഉണ്ടാക്കുക. പക്ഷെ ആക്ച്വലി ആ ഒരു ബിൽഡിങ്സ് ഒന്നും ഉണ്ടാക്കിയിരിക്കുന്നത് പേപ്പർ കൊണ്ടും വുഡൻ ഷേപ്സ് കൊണ്ടും ഒന്നും അല്ല. ഇനിയും പല പല ഡിഫറൻസസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അതെന്തൊക്കെയാണെന്ന് ആലോചിച്ച് ഇനിയും പോയിന്റ്സ് ഇവിടെ ആഡ് ചെയ്യാം. What would happen if you remove one piece of your model? നിങ്ങൾ ഒരു മോഡൽ ഉണ്ടാക്കി അതിന്റെ ഒരു പീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മോഡൽ വുഡ് ബിക്കം ഇൻകംപ്ലീറ്റ് ആൻഡ് മേ ലൂസ് ഇറ്റ്സ് ഷേപ്പ്. അതിന്റെ ഷേപ്പ് ലോസ് ആവും. Would the model still look like the original building? ഒരു പീസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഒറിജിനൽ ബിൽഡിംഗ് പോലെ തോന്നുമോ? നോ. അതിന്റെ ഷേപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒറിജിനൽ ബിൽഡിംഗ് പോലെ അത് തോന്നില്ല. ഇൻ വാട്ട് വേസ് കുഡ് യു മേക്ക് ദ മോഡൽ ഈവൻ ബെറ്റർ? നമ്മൾ നേരത്തെ ഹട്ടിന്റെ ചിത്രം കണ്ടതുപോലെ ഒരു മോഡലിനെ ബെറ്റർ ആക്കാൻ വേണ്ടി അതിൽ കൂടുതൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ കളറോ അല്ലെങ്കിൽ അതിന്റെ ഓരോ ഡോട്ടും അതിലുള്ള എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്യുമ്പോഴാണ് മോഡല് ഈവൻ ബെറ്റർ ആവുന്നത്. അപ്പൊ ബൈ ആഡിങ് കളേഴ്സ്, പിന്നെ വിൻഡോസ്, ഡോർസ്, പാറ്റേൺസ്, അതർ സ്മോൾ ഡീറ്റെയിൽസ് എല്ലാം പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ട് മാറും. പ്രൊജക്ട് വർക്ക്. Encourage learners to observe a street carefully and make a model showing the main buildings on the street. ക്ലാസ്സിൽ നിങ്ങൾക്ക് MDPയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊജക്ട് വർക്ക് ഒക്കെ തരുന്ന സമയത്ത് ഒരു സ്ട്രീറ്റിലുള്ള ബിൽഡിങ്സ് ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഇതേപോലൊരു മോഡൽ ഉണ്ടാക്കാനായിരിക്കും പറയുന്നത്. നിങ്ങളുടെ പരിസരത്തൊക്കെയുള്ള ബിൽഡിങ്സിനെ ഒക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്ട്രീറ്റിന്റെ മോഡൽ ഉണ്ടാക്കാൻ ശ്രമിക്കുക. I have made something. Look at my കുത്തബ് മിനാർ. ഈ ബോയ് കുത്തബ് മിനാറിന്റെ മോഡലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുത്തബ് മിനാറിന്റെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ഒറിജിനൽ ഫോട്ടോ ഒന്ന് നോക്കാം. അപ്പൊ ഈ ഒരു കുത്തബ് മിനാറിന്റെ മോഡലാണ് ഈ കുട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. ഡു യു തിങ്ക് ഇറ്റ് ലുക്ക് ലൈക്ക് ദ കുത്തബ് മിനാർ? ഇതിന്റെ ഓവറോൾ ഒരു ഷേപ്പ് നോക്കിയാൽ, ഒരു ഷേപ്പ്, അതിന്റെ മുകളിൽ ഒരു കുഞ്ഞു പോർഷൻ, പിന്നെ അഗെയിൻ കുഞ്ഞ്, അതായത് വലുതിൽ നിന്ന് ചെറുതിലേക്ക് വരുന്നു, അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് ഉള്ളത്. അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് ദൂരേന്ന് നോക്കുമ്പോൾ നമുക്ക് പറയാം, യെസ്, ഇറ്റ് ലുക്ക് ലൈക്ക് കുത്തബ് മിനാർ. വാട്ട് ഷേപ്പ് വുഡ് യു യൂസ് ഇഫ് യു മെയ്ഡ് എ മോഡൽ ഓഫ് കുത്തബ് മിനാർ? വൈ? ഇനി നിങ്ങളായിരുന്നു ആ മോഡൽ ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് ഷേപ്പ് ഉപയോഗിച്ചേനെ? ഈ കുട്ടി അടിയിലൊരു റെക്ടാങ്കുലർ ബോക്സ് ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങളും റെക്ടാങ്കുലർ ബോക്സ് ആണോ ഉപയോഗിക്കുക? സിലിണ്ടർ. നമുക്ക് റെക്ടാങ്കുലർ ബോക്സിന് പകരം സിലിണ്ടേഴ്സ് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ ഇതൊക്കെ ഒരു സിലിണ്ടർ ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അടുത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവും ഒറ്റ സിലിണ്ടർ ഒന്നും അല്ല, ഇതില് ചെറിയ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മോഡൽ അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ ബിക്കോസ് ഇറ്റ്സ് ടോൾ ആൻഡ് റൗണ്ട് ഇൻ ഷേപ്പ്. ഹൗ മെനി സച്ച് ഷേപ്സ് വിൽ യു യൂസ്?
നിങ്ങൾ അങ്ങനത്തെ എത്ര ഷേപ്സ് ഉപയോഗിക്കും, എത്ര സിലിണ്ടേഴ്സ് യൂസ് ചെയ്യും? ഈ ചിത്രത്തിൽ നോക്കിയേ, 1 2 3 4 5 സിലിണ്ടേഴ്സ് ഉപയോഗിക്കാം. അതിന് മോർ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ ഈ ഇടയിലുള്ള ഇതുപോലത്തെ റിങ്സ്, കുഞ്ഞു സിലിണ്ടേഴ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. മെയിൻ ആയിട്ട് നമുക്ക് പറയാം 5 സിലിണ്ടേഴ്സ് യൂസ് ചെയ്യും. ഇവിടെ ഒരു ഫാക്ട് തന്നിരിക്കുകയാണ്. ഡു യു നോ ദ കുത്തബ് മിനാർ ഈസ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആൻഡ് ദ ടോളസ്റ്റ് ബിൽഡിംഗ് മെയ്ഡ് അപ്പ് ഓഫ് ബ്രിക്സ്. ബ്രിക്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടോളസ്റ്റ് ബിൽഡിംഗ് ആണ് കുത്തബ് മിനാർ. ഇറ്റ് ഹാസ് 5 stories and 379 stairs. ഇതിന്റെ ഉള്ളില് 5 stories ഉണ്ട്, അത് കൂടാതെ 379 സ്റ്റെയർസും ഉണ്ട്. Earlier, people made buildings with clay bricks, stone bricks, or wood. Today, we also use concrete blocks, hollow blocks, etc. What is common to all these bricks? ബിൽഡിങ്സും മറ്റ് സ്ട്രക്ചേഴ്സും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി പണ്ട് കാലത്തൊക്കെ ക്ലേ കൊണ്ടുണ്ടാക്കിയ ബ്രിക്സ്, അല്ലെങ്കിൽ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ബ്രിക്സ്, അല്ലെങ്കിൽ വുഡോ ഒക്കെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് കോൺക്രീറ്റ് ബ്ലോക്സും ഹോളോ ബ്ലോക്സും ഒക്കെ ഉപയോഗിക്കും. ഈ പണ്ടത്തെ ബ്ലോക്സും ഇപ്പോഴത്തെ ബ്ലോക്സും ഒക്കെ ആയിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സംതിങ് കോമൺ. ഈ ചിത്രങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിന്റെ എന്താണ് കോമൺ ആയിട്ടുള്ളത്? മെറ്റീരിയൽ ഡിഫറെന്റ് ആണ്, അതിന്റെ സൈസ് ഡിഫറെന്റ് ആണ്, പക്ഷേ അതിന്റെ ഷേപ്പ് സെയിം ആണ്. ദേ ഓൾ ഹാവ് റെക്ടാങ്കുലർ ഷേപ്പ്. റെക്ടാങ്കുലർ ഷേപ്പിന് ക്യൂബോയിഡ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ ഇതൊക്കെ ക്യൂബോയിഡ് ഷേപ്പിലാണ് ഉള്ളത്. ക്രാഫ്റ്റ്. മേക്ക് എ സ്ഫിയർ ലൈക്ക് ഷേപ്പ് വിത്ത് പേപ്പർ സ്ട്രിപ്സ്. ഫുൾ പേപ്പർ എടുത്തിട്ട് അതിൽ ഇങ്ങനെ കട്ട് ചെയ്ത് സ്ട്രിപ്സ് ആയിട്ട് പേപ്പർ കട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ ഇങ്ങനെ സർക്കിൾ പോലെ ആക്കി ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് അതുകൾ കൊണ്ട് ഇതേപോലത്തെ സ്പിയർ ഷേപ്പ് ഉണ്ടാക്കി നോക്കുക. Diksha has folded, opened and flattened a box to see what an open box look like. ദീക്ഷയുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. അവൾ അതിനെ ഓപ്പൺ ചെയ്ത് നോക്കുക. ആ ബോക്സിനെ കീറാതെ കൃത്യമായിട്ട് എങ്ങനെയാണോ ആ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ പശയൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിനെ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. And this is called the net of the box. ഒരു ബോക്സ് ഉണ്ടാക്കിയതുപോലെ തന്നെ ഓപ്പൺ ചെയ്തിട്ടുള്ള ഷേപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഷേപ്പിന് അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേരാണ് നെറ്റ് ഓഫ് ദ ബോക്സ്. ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത ഫോമിലുള്ളതാണ് നെറ്റ് ഓഫ് ദ ബോക്സ്. ഇഫ് യു ഫോൾഡ് അലോങ് ദ ഡോട്ടഡ് ലൈൻസ് യു വിൽ ഗെറ്റ് ദ ബോക്സ് ബാക്ക്. ഇവിടെ തന്നിരിക്കുന്ന ഡോട്ടഡ് ലൈൻസിലൂടെ അഗെയിൻ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതിനെയാണോ നെറ്റ് ഓഫ് ദ ബോക്സ് ആക്കി മാറ്റിയത് ആ ഒരു ബോക്സ് തിരിച്ചു കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രമിച്ചു നോക്കണം. വീട്ടിലൊക്കെ കാർഡ്ബോർഡ് ബോക്സ് ഒക്കെ ഉണ്ടാവും. ഉപയോഗമില്ലാത്ത ബോക്സ് എടുത്തിട്ട് ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ബുക്കിന്റെ ബാക്കിൽ, ഈ ബുക്കിന്റെ ബാക്കിലായിട്ട് ഇതുപോലത്തെ നെറ്റ് ഓഫ് ദ ബോക്സ് കട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായാലും എടുത്തിട്ട് ഇതൊക്കെ ചെയ്ത് നോക്കുക. യൂസ് ദ നെറ്റ്സ് ഗിവൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ബുക്ക് ടു മേക്ക് ദ മോഡൽ ഷോൺ ബിലോ. നമ്മൾ പറഞ്ഞ പോലെ ബുക്കിന്റെ എൻഡിലുള്ള നെറ്റ്സ് എടുത്തിട്ട് ഈ തന്നിരിക്കുന്ന ഷേപ്സ് ഒക്കെ ഉണ്ടാക്കി നോക്കുക. ഇവിടെ 2 ഷേപ്സിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാണ് പ്രിസം, അടുത്തതാണ് പിരമിഡ്. ആദ്യമായിട്ട് പ്രിസം. എങ്ങനെയാണ് ഒരു പ്രിസം ഉണ്ടാക്കുന്നത്? ഒരു പ്രിസത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണ്, ഇവിടെ ഒരു സ്ക്വയർ ഷേപ്പ് ആണ്, ഇവിടെയോ 1 2 3 4 5 6 ഒരു ഹെക്സഗൺ ഷേപ്പ് ആണ്. ആ ഷേപ്സിനെ ഒരു ബ്ലോക്ക് പോലെയാക്കി മാറ്റിയിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ഒരു വലിയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. ഈ ടെക്സ്റ്റ് ബുക്ക് ഒരു പ്രിസം ആണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്? ഓരോ പേജുകളും അടുക്കി 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 വെച്ചിട്ടാണല്ലേ. അപ്പൊ ഇപ്പൊ അത് കാണുന്ന സമയത്ത് ഒരു റെക്ടാങ്കുലർ ബോക്സ് പോലെ തോന്നും. അതിന്റെ ഒറ്റ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വെറും ഒരു പേപ്പറാണ്. അപ്പൊ അടിയിലുള്ള ആ ബേസ് എന്താണോ അതേപോലത്തെ പേജുകൾ അടുക്കി അടുക്കി വെച്ചത് കൊണ്ടാണ് അതൊരു റെക്ടാങ്കുലർ പ്രിസം ആയത്. നിങ്ങളുടെ ബുക്കിന്റെ പേജ്, ഒരു പേജ് ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ.
ഇതേപോലത്തെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് ആണ് നിങ്ങളുടെ ബുക്കിന്റെ ഒരു പേജ്. അപ്പൊ നിങ്ങളുടെ ബുക്കിന്റെ ഷേപ്പ് എന്തായിരിക്കും? ഇതേപോലത്തെ കുറെ ട്രയാങ്കിൾസ് അടുക്കി 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 വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു ഷേപ്പ് അയച്ചു മാറും അല്ലെ? ഇതിനെയാണ് പ്രിസംസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, അടിയിലുള്ള ഈ ഒരു ഷേപ്പ് തന്നെയായിരിക്കും മുകളിലും വരിക. കണ്ടോ, മുകളിലും താഴെയും ഒരേ ഷേപ്പ് ആണുള്ളത്. പക്ഷെ ഇതിന്റെ സൈഡില്, പ്രിസത്തിന്റെ സൈഡില് ഇവിടെ കിട്ടുന്ന ഈ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. ഇതൊരു റെക്ടാങ്കിൾ ആണ്. അപ്പൊ ഞാനിത് പറയുന്നതിനേക്കാളും ഈസി നിങ്ങൾ ഇതുപോലത്തെ ഒരു ഷേപ്പ് എടുത്തിട്ട് നോക്കുന്നതാണ്. ഏത് പ്രിസം ആണെങ്കിലും അതിന് ഒരു ബേസ് ഉണ്ടാവും. അപ്പൊ താഴെയും മുകളിലായിട്ട് രണ്ട് ബേസ് ഉണ്ടാകും. അതിന്റെ ഇടയില് ഫുൾ എല്ലാ സൈഡും റെക്ടാങ്കുലർ ആയിരിക്കും. പ്രിസത്തിന് എങ്ങനെയാ പേരിടുന്നത് എന്നറിയോ? അതിന്റെ ബേസിന്റെ ഷേപ്പ് ഏതാണോ അതാണ് ആ പ്രിസത്തിന്റെ പേര്. ഇവിടെ ട്രയാങ്കുലർ പ്രിസം, കാരണം എന്താ? അടിയിലും മുകളിലും ഉള്ള ബേസിന്റെ ഷേപ്പ് ട്രയാങ്കിൾ ആണ്. അതുകൊണ്ടാണ് ഈ പ്രിസത്തിനെ ട്രയാങ്കുലർ പ്രിസം എന്ന് പറയുന്നത്. അതിന്റെ എല്ലാ സൈഡിലും റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. ഇനി അടുത്തത് സ്ക്വയർ പ്രിസം. എന്തുകൊണ്ടാണ് ഇതിനെ സ്ക്വയർ പ്രിസം പറയുന്നത്? രണ്ട് ബേസ്, മെയിൻ ആയിട്ടുള്ള രണ്ട് സൈഡ്, ഇവിടെയും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ഷേപ്പും സ്ക്വയർ ആണ്. എല്ലാ സൈഡിലും അത് റെക്ടാങ്കുലർ ഷേപ്പ് ആണ്. അതുപോലെ ഇത് ഹെക്സഗണൽ പ്രിസം ആണ്, കാരണം അതിന്റെ മെയിൻ ബേസ് രണ്ട് സൈഡിലുള്ളത് ഹെക്സഗൺ ആണ്. അപ്പൊ ഇവിടെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. വാട്ട് ഷേപ്പ് ഓഫ് ദ ഫേസ് ഇസ് കോമൺ ടു ഓൾ പ്രിസം? ഏത് പ്രിസം എടുത്താലും ഞാൻ പറഞ്ഞു, താഴെയും മുകളിലുമുള്ള ബേസ് അല്ലാതെ ചുറ്റുമുള്ള എല്ലാ സൈഡിലും ഏത് ഷേപ്പാണ് ഉണ്ടാവുക? റെക്ടാങ്കുലർ ഷേപ്പ് ആണ്, അല്ലെങ്കിൽ റെക്ടാങ്കുലർ ഫേസസ്. ഇനി വാട്ട് അതർ ഷേപ്സ് ഡു ദീസ് പ്രിസംസ് ഹാവ്? റെക്ടാങ്കുലർ ഫേസ് അല്ലാതെ ഈ പ്രിസത്തിനൊക്കെ വേറെ ഏത് ഷേപ്പാണ് ഉണ്ടാവുക? അത് ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം അല്ലെ? ട്രയാങ്കിൾ ആവാം, സ്ക്വയർ ആവാം, ഹെക്സഗൺ ആവാം, ഇനി പെന്റഗൺ ആവാം, അങ്ങനത്തെ ഏത് ഷേപ്സ് വേണമെങ്കിലും ആവാം. ഹൗ മെനി സച്ച് ഫേസസ് ഈച്ച്? അതിന്റെ മെയിൻ ഫേസസ് ആണ് ഇങ്ങനെ ചോദിക്കുന്നത്. എത്ര മെയിൻ ഫേസസ് ആണ് ഇതിനുള്ളത്? താഴെ ഒന്ന്, മുകളിൽ ഒന്ന്. അപ്പോ 2 ഫേസസ്. അത് മാത്രമല്ല, ഏതൊരു പ്രിസത്തിനും രണ്ട് ഷേപ്പാണ് ഉണ്ടാവുക. ഒന്ന് മെയിൻ ആയിട്ടുള്ള ബേസിന്റെ ഷേപ്പും ഒന്ന് സൈഡിലുള്ള റെക്ടാങ്കുലർ ഷേപ്പ്. അടുത്തത് പിരമിഡ്സ്. ഇപ്പൊ നമ്മൾ പ്രിസത്തിനെ പറ്റി പറഞ്ഞു. പ്രിസം എന്ന് പറഞ്ഞാൽ താഴെയും മുകളിലും ഒരേ ഷേപ്പാണ്. ഒരു ട്രയാങ്കിൾ വരച്ചതിന് ശേഷം മുകളിലും അതേപോലെ ട്രയാങ്കിൾ വരച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്രിസം ജോയിൻ ചെയ്യുക. പക്ഷേ പിരമിഡ് എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ, അതിന്റെ മുകളിൽ സെന്ററിലേക്കായിട്ട് നമുക്ക് ഒരു പിരമിഡ് ഷേപ്പ് ആണ്. ഈജിപ്തിലൊക്കെ പിരമിഡുകളെ പറ്റി കേട്ടിട്ടുണ്ടാവും അല്ലെ? പിരമിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കൂർത്ത് മേലോട്ട് പോകുന്ന ഷേപ്പ് അല്ലേ ഓർമ്മ വരുന്നത്? അപ്പൊ അതിന്റെ ബേസ് ഏത് ഷേപ്പ് വേണമെങ്കിലും ആവാം, എന്നാൽ മുകളിലേക്ക് അത് എപ്പോഴും സ്ട്രെയിറ്റ് ലൈനിൽ കൂർത്തിട്ടാണ് ഉണ്ടാവുക. നേരത്തെ പ്രിസത്തിന് പേര് കൊടുത്ത പോലെ തന്നെയാണ് ഇവിടെയും പേര് കൊടുക്കുക. ഇതിന്റെ ബേസ് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ പിരമിഡ് ആണ്, ബേസ് ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കുലർ പിരമിഡ് ആണ്, ബേസ് പെന്റഗൺ ആണെങ്കിൽ പെന്റഗണൽ പിരമിഡ് ആണ്. അതുപോലെ പ്രിസത്തിന്റെ സൈഡുകളൊക്കെ റെക്ടാങ്കിൾ ആയിരുന്നു. ഇത് ഈ ഒരു മുകളിലേക്ക് എല്ലാ സൈഡും വന്ന് ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റിന്റെ പേരാണ് എപ്പെക്സ്. ഈ എപ്പെക്സിലേക്ക് ജോയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രത്യേകത, എല്ലാ സൈഡും ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. പ്രിസത്തിന്റെ എല്ലാ സൈഡും റെക്ടാങ്കുലർ ഷേപ്പ് ആണെങ്കിൽ പിരമിഡിന്റെ എല്ലാ സൈഡും ട്രയാങ്കുലർ ഷേപ്പ് ആണ്. So what shape of the face is common to all pyramids? Triangular faces. All triangular faces meet at dash point. ഈ ഒരു ഒറ്റ പോയിന്റ് ആണ്, അതിന്റെ പേരാണ് apex. 1 point, apex. അപ്പൊ എങ്ങനെ എഴുതേണ്ടത്? All triangular faces meet at 1 point. And ആ പോയിന്റിന്റെ പേരാണ് apex. Identify any other shape in each of this pyramid. Square pyramid, pentagon, അങ്ങനെ പല ഷേപ്സും ഉണ്ടാകും. Is a cube also a prism? ക്യൂബിന്റെ ഷേപ്പ് ഓർമ്മ ഉണ്ടോ? എല്ലാ സൈഡിലും ഈക്വൽ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ് ക്യൂബ്. അതൊരു പ്രിസം ആണോ? യെസ്, ഓഫ് കോഴ്സ്, അതൊരു പ്രിസം ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രിസം ആൻഡ് എ പിരമിഡ്? ഇപ്പൊ നമ്മൾ മനസ്സിലാക്കിയല്ലേ എന്താണ് ഒരു പ്രിസവും പിരമിഡും തമ്മിലുള്ള ഡിഫറൻസ്? കുറെ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഈസി ആയിട്ട് ഞാൻ ഇവിടെ പോയിന്റ് തരുവാണ്.
A prism have two equal bases. പ്രിസത്തിന് രണ്ട് ബേസ്, മുകളിലും താഴെയും രണ്ട് ബേസ് ഉണ്ട്. എന്നാ പിരമിഡിനോ? A pyramid has only one base and all the side meet at one point. ഇനി നിങ്ങൾക്ക് ഡിഫറൻസ് എഴുതാം. പ്രിസത്തിന്റെ എല്ലാ സൈഡും റെക്ടാംഗിൾ ആണ്, അതുപോലെ ഒരു പിരമിഡിന്റെ എല്ലാ സൈഡ്സും ട്രയാങ്കുലർ ഷേപ്പ് ആണ്. അതുപോലെ കൂടുതൽ കൂടുതൽ പോയിന്റ്സ് കണ്ടെത്തി സ്വന്തമായിട്ട് എഴുതാൻ ശ്രമിക്കാം. Now try to make the above shapes using straws and plasticine thread and fill in the table. ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, ഇവിടെ എല്ലാ ഷേപ്സിന്റെ പേരുകളും തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇതിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ആദ്യം തന്നെ ഒരു ക്യൂബ്. ക്യൂബിന്റെ എല്ലാ സൈഡും ഈക്വൽ ആണ്. ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം. നമ്പർ ഓഫ് ദ ഫേസസ്, ഇതിന് എത്ര ഫേസ് ഉണ്ട്? ഫേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഫേസ് ആണല്ലേ. അതുപോലെ 1 2 3 4, പിന്നെ മുകളിൽ ഒന്ന് താഴെ ഒന്ന്. എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ്. നമ്പർ ഓഫ് കോർണേഴ്സ്, ഇതാണ് ഇതിന്റെ കോർണർ. ഇങ്ങനത്തെ എത്ര കോർണേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 കോർണേഴ്സ് ഉണ്ട്. ഇനി നമ്പർ ഓഫ് എഡ്ജസ്, ഏതാണ് എഡ്ജ്? ഇതാണല്ലേ എഡ്ജ്. 1 2 3 4, മുകളില് താഴെയോ 1 2 3 4, ഇനി സൈഡുകളിലായിട്ട് 4 എണ്ണം. അപ്പൊ ടോട്ടൽ 12 എഡ്ജസ് ഉണ്ട്. ക്യൂബ് അല്ലെങ്കിൽ സ്ക്വയർ പ്രിസത്തിന് നമ്പർ ഓഫ് ഫേസസ് 6 ആണ്, നമ്പർ ഓഫ് കോർണേഴ്സ് 8 ആണ്, നമ്പർ ഓഫ് എഡ്ജസ് 12 ആണ്. ഇനി നിങ്ങൾ നിങ്ങളുടെ പുസ്തകം എടുത്തിട്ട് ഇതിന്റെയൊക്കെ ഓരോ ഷേപ്പും ഇവിടെ തന്നിട്ടില്ലേ, ഈ ഷേപ്സിന്റെ ഒക്കെ എത്ര ഫേസസും കോർണേഴ്സും എഡ്ജസും ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് എഴുതുക. ഈ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ഫിൽ ചെയ്യുക. ശേഷം നിങ്ങൾ എഴുതിയിരിക്കുന്നതും ഞാൻ എഴുതിയിരിക്കുന്നതും മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അടുത്തത് റെക്ടാങ്കുലർ പ്രിസം. അതിന് എത്ര ഫേസ് ഉണ്ട്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 2 3 4 5 6 ഫേസസ് ഉണ്ട്. നമ്പർ ഓഫ് കോർണേഴ്സോ 1 2 3 4, അവിടെയും 4 8. നമ്പർ ഓഫ് എഡ്ജസ് 1 2 3 4 1 2 3 4 1 2 3 4 12 എഡ്ജസ് ഉണ്ട് അല്ലേ. ഇനി ട്രയാങ്കുലർ പിരമിഡ്. ട്രയാങ്കുലർ പിരമിഡിന് താഴെ ഒരു ഫേസ് ഉണ്ട്, പിന്നെ അതിന്റെ ചുറ്റിലും ഓരോരോ ഫേസ് വീതമുണ്ട്. സോ 4 ഫേസസ്. കോർണേഴ്സ് 1, പിന്നെ 1 2 3 4 കോർണേഴ്സ് ഉണ്ട്. എത്ര എഡ്ജ് ഉണ്ട്? 1 2 3 4 5 6 എഡ്ജസ് ഉണ്ട്. ഇനി ഒരു സ്ക്വയർ പിരമിഡിനോ? സ്ക്വയർ പിരമിഡിന് ഈ ഒരു ട്രയാങ്കിളിന് പകരം അവിടെ ഒരു സ്ക്വയർ ആണ് ഉള്ളത്. സോ ഫേസസ് 1, പിന്നെ 4 സൈഡിൽ ഓരോ ഫേസ്, അപ്പോ 5 ഫേസസ് ഉണ്ട്. നമ്പർ ഓഫ് കോർണേഴ്സ് 1, പിന്നെ 2 3 4 5 കോർണേഴ്സ് ഉണ്ട്. അതുപോലെ എഡ്ജസ് 8 എഡ്ജസ് ഉണ്ട്. ട്രയാങ്കുലർ പ്രിസം എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ട്രയാങ്കിൾ ആണ്, ബാക്കി എല്ലാ സൈഡും റെക്ടാങ്കിൾ ആണ്. അപ്പൊ അത് കൗണ്ട് ചെയ്ത് നോക്കിയാൽ എത്ര ഫേസ് ഉണ്ട്? 5 ഫേസസ് ഉണ്ട്. ഇനി കോർണേഴ്സ് 1 2 3 4 5 6. ഇനി എത്ര എഡ്ജ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 എഡ്ജസ് ഉണ്ട്. Identify any relationship that you may find between the number of faces F, edges E and corners V. Calculate F plus V E in each case. ഈ 3D ഷേപ്സിന്റെ ഒക്കെ ഫേസസിന് എഫ് എന്ന ക്യാപിറ്റൽ ലെറ്റർ കൊണ്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എഡ്ജസ് ഇ, കോർണേഴ്സ് വി ആണ്. ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കാം അല്ലെ. അത് കൂടാതെ നിങ്ങൾ എല്ലാത്തിന്റെയും എഫ് പ്ലസ് വി മൈനസ് ഇ കണ്ടുപിടിക്കുകയും വേണം. എഫ് നമ്പർ ഓഫ് ഫേസസ് ഈ കളിയിലുണ്ട്, വി ഇവിടെ എല്ലാത്തിലും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇയും കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പുറത്തൊരു ബോക്സും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് എഫ് പ്ലസ് വി മൈനസ് ഇ. ആദ്യം ക്യൂബിന്റെ എഫ് എന്താണ്? 6 ആണ് അല്ലെ. സോ 6 പ്ലസ് വി എന്ന് പറഞ്ഞാൽ 8 ആണ്, പ്ലസ് 8 മൈനസ് 12 എത്രയാണ് ഇത് കിട്ടുക? 6 plus 8 is 14. 14 minus 12 is 2. അതുപോലെ ക്യൂബോയിഡിന്റെയോ 6 plus 8 minus 12 സെയിം ആണ് 2.
ഇനി ട്രയാങ്കുലർ പിരമിഡിന്റെയോ എഫ് ഇസ് 4, വി ഇസ് 4, ഇ ഇസ് 6, -6. 4 plus 4 is 8, 8 minus 6 is 2. Square pyramid. 5 plus 5 minus 8. 5 plus 5 is 10, 10 minus 8 is 2. അടുത്തത് triangular prism. 5 plus 6 is 11, 5 plus 6 minus 9 is 2. അപ്പൊ ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? എല്ലാത്തിന്റെ ആൻസർ നമുക്ക് കിട്ടുന്നത് 2 ആണ്. അപ്പൊ ഈ ഷേപ്സിന്റെ ഒക്കെ എഫ് പ്ലസ് വി മൈനസ് ഇ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്. എഫ് പ്ലസ് വി മൈനസ് ഇ 2 ആണ് എല്ലാ ഷേപ്പിനും കിട്ടുക. So 3D shapes by the number of flat faces. Write their name here. കുറെ 3D ഷേപ്സ് നിങ്ങൾക്ക് ഇപ്പൊ അറിയാം. അതില് അതിന്റെ ഫ്ലാറ്റ് ഫേസസ്, ഫ്ലാറ്റ് ആയിട്ടുള്ള ഫേസിന്റെ നമ്പറിനനുസരിച്ച് ഇവിടെ ഒരു കള്ളി തന്നിട്ടുണ്ട്. 1 ഫ്ലാറ്റ് ഫേസ്, 2 ഫ്ലാറ്റ് ഫേസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നെയിം ഓഫ് ദ ഷേപ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഒരു ഫ്ലാറ്റ് ഫേസ് മാത്രമുള്ള ഒരു ഷേപ്പ് ഏതാണത്? ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഒരു ഫ്ലാറ്റ് ഫേസ് ഉള്ള ഷേപ്പിന്റെ പേരാണ് കോൺ. ഈ ഒരു കോണിന് താഴെ ഇത് വെക്കുന്ന സ്ഥലത്ത് ഇവിടെ മാത്രമാണ് ഒരു ഫ്ലാറ്റ് ഫേസ് ഈ അടിയിലുള്ളത്. ഇതിന്റെ സൈഡിലുള്ളത് കർവ്ഡ് ഫേസ് ആണ്. അപ്പോ ഒരു ഫ്ലാറ്റ് ഫേസ് ഉള്ളതാണ് കോൺ. ഇനി 2 ഫ്ലാറ്റ് ഫേസ് ഉള്ളതോ? മുകളില് ഒരു ഫ്ലാറ്റ് ഫേസ് ഉണ്ട്, അടിയിലും ഒരു ഫ്ലാറ്റ് ഫേസ് ഉണ്ട്, ഇടയില് ഒരു കർവ്ഡ് ഫേസ് ആണ്. സോ ഇതാണ് സിലിണ്ടർ. 2 ഫ്ലാറ്റ് ഫേസ് ഉള്ള ഷേപ്പ് ആണ്. ഇനി 3 ഫ്ലാറ്റ് ഫേസ് ഉള്ള ഷേപ്പ് ഉണ്ടാവില്ല, അത് വരയ്ക്കാൻ പറ്റില്ല. 4 ഫ്ലാറ്റ് ഫേസ് ഉള്ള ഷേപ്പ് ആണ് ട്രയാങ്കുലർ പിരമിഡ്. ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിന്റെ എല്ലാ സൈഡും ഈ ഒരു ട്രയാങ്കുലർ ഫേസ്, അതിന് അടിയിൽ ഒരു ഫേസും ചുറ്റും 3 ഫേസ് വീതം ഉണ്ട്. ഇനി 5 ഫ്ലാറ്റ് ഫേസസ് ആണെങ്കിലോ 2 ചിത്രങ്ങളുണ്ട്. ഒന്ന് സ്ക്വയർ പിരമിഡ്, ഒന്ന് ട്രയാങ്കുലർ പ്രിസം. ഇത് ട്രയാങ്കുലർ പ്രിസം, ഇത് സ്ക്വയർ പിരമിഡ്. ഇതിന് രണ്ടിനും 5 ഫ്ലാറ്റ് ഫേസസ് ആണ്. 6 ഫ്ലാറ്റ് ഫേസസ് ഉള്ള ഷേപ്സ് ആണ് ക്യൂബ് ആൻഡ് ക്യൂബോയിഡ്, അല്ലെങ്കിൽ സ്ക്വയർ പ്രിസം ആൻഡ് റെക്ടാങ്കുലർ പ്രിസം. അടുത്തത് 8 ഫ്ലാറ്റ് സർഫസ്. 8 ഫ്ലാറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ ഹെക്സഗൺ ആണ് ഇതിന്റെ ബേസ്. 6 സൈഡ്സ് ഉണ്ടാവും, പിന്നെ മുകളിൽ ഒരു ഫ്ലാറ്റ് സർഫസ്, താഴെ ഒരു ഫ്ലാറ്റ് സർഫസ്. അപ്പൊ ഹെക്സഗണൽ പ്രിസത്തിന് 8 ഫ്ലാറ്റ് സർഫസ് ഉണ്ടാകും. Can you construct a 3D shape with 3 flat surface? ഇല്ല, നമുക്ക് 1, 2 കഴിഞ്ഞിട്ട് 4 ആണ്. 3 നമ്മൾ പറഞ്ഞു, അത് പറ്റില്ല. So no, we can't construct a 3D shape with 3 flat faces. Now sort 3D shapes by the number of straight edges. ഇപ്പൊ നമ്മള് ഫ്ലാറ്റ് ഫേസസിന് വെച്ചിട്ടാണല്ലേ പേരുകൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്ട്രെയിറ്റ് എഡ്ജസിന്റെ നമ്പർ വെച്ചിട്ട് അതിന്റെ പേരുകൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം 6 straight edges. 6 straight edges ഉള്ള 6 straight edges 1, 2, 3, 4, 5, 6. ഈ 6 edges ഉള്ള ഷേപ്പ് ആണ് ട്രയാങ്കുലർ പിരമിഡ്. അതുപോലെ 8 straight edge ആണെങ്കിലോ 1, 2, 3, 4, 5, 6, 7, 8. ഇനി 9 straight edges ആണെങ്കിലോ അതൊരു ട്രയാങ്കുലർ പ്രിസം ആണ്. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 എഡ്ജസ് ആണ് ഒരു ട്രയാങ്കുലർ പ്രിസത്തിനുള്ളത്. ഇനി 12 സ്ട്രെയിറ്റ് എഡ്ജസ് ആണ് ക്യൂബിനും ക്യൂബോയിഡിനും. അപ്പൊ ഇതിന്റെയൊക്കെ പേരുകൾ ഈ ഒരു സ്പേസിൽ നിങ്ങൾ എഴുതുക. ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അടുത്ത ഭാഗം ഇതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.